ഹായ് മക്കളെ, നമുക്ക് ക്യുസാറ്റ് പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ്റെ കെമിസ്ട്രി പാർട്ടിലുള്ള ഡിസ്കഷൻ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ആദ്യത്തെ ഒരു 4 ചാപ്റ്റർ, സം ബേസിക് കോൺസെപ്റ്റ്സ്, സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ, കെമിക്കൽ ബോണ്ടിങ്, ഇത്രയും ചാപ്റ്ററിലുള്ള ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തതെങ്കിൽ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, തെർമോഡൈനമിക്സ്, ഇക്വിലിബ്രിയം, ഈ ചാപ്റ്റേഴ്സിലെ ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. നോക്കാം. റൈറ്റ്. ഒന്നാമത്തെ ചോദ്യം, വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ് വിൽ ഡാഷ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. വിസ്കോസിറ്റി വിൽ ബി what is happening to viscosity will be decreasing with the increase in temperature, അല്ലേ? Viscosity will be decreasing with the increase in temperature. Option 3, അല്ലേ? സാധാരണ ലിക്വിഡ്സിൻ്റെയാണ് ചോദിക്കാം, ഗ്യാസസിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നതെന്ന് മാത്രം. അടുത്തത്, which among the following statement is correct with respect to adsorption of gases on solid? അഡ്സോപ്ഷൻ എന്നുള്ളത് സാധാരണ സിലബസിൽ മറ്റ് സിലബസിൽ നിന്ന് ഡിലീറ്റഡ് ആണ്. സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്റർ ഇവിടെ അങ്ങനെ ഒരു ചോദ്യം കാണുന്നുണ്ട്. ഇറ്റ് ഈസ് റിഗാർഡിംഗ് ഫിസിസോപ്ഷൻ ആൻഡ് കെമിസോപ്ഷൻ. ഇറ്റ് ഈസ് റിഗാർഡിംഗ് ഫിസിസോപ്ഷൻ ആൻഡ് കെമിസോപ്ഷൻ. കേട്ടോ. Extent of adsorption equal to Kp raised to n according to Freundlich adsorption isotherm. നോക്കൂ, അഡ്സോപ്ഷൻ ഐസോതേംസ് 2 ടൈപ്പാണ്. സർഫസ് കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ്. ഫിസിസോപ്ഷൻ വരുന്ന ഫ്രണ്ട്ലിച്ച് അഡ്സോപ്ഷൻ ഐസോതേം, കെമിസോപ്ഷൻ വരുന്ന ലാങ്മർ ഐസോതേം. ഫ്രണ്ട്ലിച്ച് അഡ്സോപ്ഷൻ ഐസോതേമിൻ്റെ ഇതാണ് റിലേഷൻ. എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോപ്ഷൻ, അതായത് x/m ഈസ് ഈക്വൽ ടു Kp raised to 1/n എന്ന് വരും. അതേസമയം ലാങ്മർ അഡ്സോപ്ഷൻ ഐസോതേം ഇതാണ് റിലേഷൻ. കിട്ടും. ദാറ്റ് ഈസ് x/m ഈക്വൽ ടു Bp/1 പ്ലസ് Bp. രണ്ടും പ്രപ്പോർഷണൽ ടു പ്രഷർ എന്ന് കാണാൻ സാധിക്കും. ബട്ട് ഇറ്റ് ഈസ് വിത്ത് ഡിഫറെൻ്റ് ഫോർമാറ്റ്. കിട്ടും. ഒന്ന് ഫിസിക്കൽ അഡ്സോപ്ഷൻ എന്ന് പറയും, മറ്റേത് കെമിക്കൽ അഡ്സോപ്ഷൻ. ഫിസിക്കൽ അഡ്സോപ്ഷൻ യൂണി ലെയർ അഡ്സോപ്ഷൻ ആണ്. കെമിസോപ്ഷൻ ഈസ് മൾട്ടി ലെയർ അഡ്സോപ്ഷൻ. കേട്ടോ. ഫിസിസോപ്ഷൻ ഈസ് മൾട്ടി ലെയർ അഡ്സോപ്ഷൻ ആൻഡ് കെമിസോപ്ഷൻ ഈസ് യൂണി ലെയർ അഡ്സോപ്ഷൻ. ഇത് മൾട്ടി ലെയർ അഡ്സോപ്ഷൻ ആണ്. ഫ്രണ്ട്ലിച്ച് അഡ്സോപ്ഷൻ ഐസോതേം Kp raised to 1/n എന്ന് വരും. n ഈസ് ഈക്വൽ ടു ബിറ്റ്വീൻ 1 to ഇൻഫിനിറ്റി എന്നാണ് പറയുക. കേട്ടോ. n ഈസ് ഈക്വൽ ടു ബിറ്റ്വീൻ n ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ ലോ പ്രഷർ ആയിരിക്കും. ഹൈ പ്രഷറിൽ ഹയർ വാല്യൂ ആണ് n വരിക. കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ 2 എക്സ്പ്രഷൻസ് അത് ബേസിക്കലി ഡിലീറ്റഡ് സിലബസിൽ നിന്നുള്ളതാണ്. ബട്ട് ക്യുസാറ്റ് എക്സാമിന് അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നത് കാണാൻ സാധിക്കും. 2 പ്രധാനപ്പെട്ട അഡ്സോപ്ഷൻ ഐസോതേംസ്, അതിൽ ബേസിക്കലി ഡിലീറ്റഡ് ടോപ്പിക് തന്നെ ഇത് മാത്രമേ സിലബസിൽ ഉണ്ടായിരുന്നുള്ളൂ. There are many isotherms which is Freundlich adsorption isotherm, Langmuir isotherm, BET isotherm, Gibbs isotherm, കുറേ എണ്ണം ഉണ്ട്. അതിൽ 2 എണ്ണം, ഒന്ന് എക്സ്പ്രഷൻ ഇത്, പിന്നൊന്ന് എക്സ്പ്രഷൻ ഇത്. അതിന് ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. കേട്ടോ. അപ്പോൾ ഏതാണ് വരേണ്ടത്? ഇതും വരണം. കേട്ടോ. 2 and 4 വരണം. 4th ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. കേട്ടോ. അടുത്തത്, interaction energy of London forces between 2 particles is proportional to r raised to x, whereas r is the distance between particles. London forces എന്ന് വെച്ചാൽ dispersion forces interaction energy proportional to 1/r raised to 6. കേട്ടോ. proportional to r raised to x. അപ്പോൾ ഏതാണ് വരിക? -6. ഇത് ഓപ്ഷൻ 3. 1/r raised to 6. കേട്ടോ. 1/r raised to 6. അത് ഒട്ടുമിക്ക എല്ലാ കേസിലും അത് തന്നെ, എക്സെപ്റ്റ് അയോൺ ഡൈപോൾ ഇൻട്രാക്ഷൻ. അവിടെ കുറച്ചുകൂടെ നല്ല ഇൻട്രാക്ഷൻ ആയിരിക്കും. അതുപോലെ ഡൈപോൾ ഇൻട്രാക്ഷൻ സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ 1/r raised to 3 എന്നൊക്കെ വരും. ഇറ്റ്സ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് അനദർ ഡിലീറ്റഡ് ചാപ്റ്റർ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഫോർ ദ യൂഷ്വൽ എക്സാംസ്. യൂഷ്വൽ എക്സാംസിന് ആ ചാപ്റ്റർ ഇല്ല, പക്ഷേ ഇവിടുന്ന് നമുക്ക് ആ ചോദ്യങ്ങൾ കാണാൻ സാധിക്കും.
അടുത്തത് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ദെയർ ഡെൻസിറ്റീസ്. ദാറ്റ് ഈസ് ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ കേട്ടോ. ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ ആർ പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് 1/d or R1 by R2 is equal to root of D2 by D1 equal to root of M2 by M1 എന്ന് പറയുന്ന ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ വരുന്നതാണ് കേട്ടോ. In which case rate of diffusion is highest if all present in the same container at the same temperature. Rate of diffusion proportional to root of 1/d എന്നാണ്. That is proportional to root of 1/m എന്നാണ്. അപ്പോൾ റേറ്റ് ഓഫ് ഡിഫ്യൂഷനും മോളാർ മാസും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. നമുക്ക് എന്താ വേണ്ടത്? റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഹയസ്റ്റ് എന്ന് പറയുമ്പോൾ മോളാർ മാസ് ലോവസ്റ്റ് എടുത്താൽ മതി. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഹയസ്റ്റ് എന്ന് പറയുമ്പോൾ മോളാർ മാസ് ലോവസ്റ്റ് എടുത്താൽ മതി. ലോവസ്റ്റ് മോളാർ മാസ് ഹൈഡ്രജൻ. ഇതാ ലോവസ്റ്റ് മോളാർ മാസ് ഹൈഡ്രജൻ. റൈറ്റ്. അടുത്തത് വിച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഹാസ് ഹയസ്റ്റ് കൈനറ്റിക് എനർജി? സോളിഡ്, ലിക്വിഡ്, 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 ഗ്യാസ്, 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 പ്ലാസ്മ, പ്ലാസ്മ, പ്ലാസ്മ വിത്ത് ഹയസ്റ്റ് എനർജി അല്ലേ? അത് എലിമെൻ്ററി ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്തത് ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് -297. ഹീറ്റ് ലിബറേറ്റഡ് ഓൺ ബേണിംഗ് 8 gram സൾഫർ. നോക്കടാ, S+O2 ഗിവിങ് SO2 എന്നാണ്. ഇതിൻ്റെ വാല്യൂ 297 ആണ്. ചോദ്യം 8 gram സൾഫറിനാണ്. ഇതിൻ്റെ മാസ് 32 ആണ്. 32 ഗ്രാമിന് ഇതാണ് വാല്യൂ. അങ്ങനെയാണെങ്കിൽ 8 ഗ്രാമിന് എന്ത് വരും എന്നാണ് ചോദ്യം. 432 ബൈ 4 ചെയ്താൽ പോരെ? 297 ബൈ 4 ചെയ്താൽ പോലെ അല്ലേ? 7428 70 സംതിങ്. ഓപ്ഷൻ 4. ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. എന്ന് വെച്ചാൽ 1 മോൾ സൾഫറിന് 1 മോൾ സൾഫർ എടുത്തു കഴിഞ്ഞാൽ 32 ഗ്രാം എടുക്കുമ്പോൾ ഇതാണ് വാല്യൂ. അപ്പോൾ 8 ഗ്രാമിന് എത്ര എന്ന ചോദ്യം. ബൈ 4 ചെയ്താൽ ആൻസർ ആയില്ലേ അല്ലേ? അടുത്തത് എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ. ഇതുപോലുള്ള ചോദ്യങ്ങളാണ് ഒരുപക്ഷെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഓഫ്കോഴ്സ് എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെ, എഞ്ചിനീയറിംഗ് സയൻസുമായി ബന്ധപ്പെട്ട ഇത്തരം ചോദ്യങ്ങൾ എല്ലാ മേഖലയിലും വരുമല്ലോ. കെമിസ്ട്രി ആണെങ്കിലും ശരി, ഫിസിക്സ് ആണെങ്കിലും ശരി, എഞ്ചിനീയറിംഗ് പാർട്ടുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഒരു പക്ഷേ വന്നേക്കാം. ലൈക്ക് ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി ഫിസിക്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിവേ ദാറ്റ് ഈസ് ഹിയർ ഇൻ കെമിസ്ട്രി പാർട്ട്. തെർമോഡൈനമിക്സ് എന്നായിരിക്കണം. എന്താണോ ആൻസർ? T1 - T2 by T1 അല്ലേ? T1 - T2 by T1. ഓപ്ഷൻ 4 അല്ലേ? T1 - T2 by T1. അടുത്തത് among the given equations correct one representing closed system. Closed system എന്ന് പറയുമ്പോൾ P ഡെൽറ്റ വി അല്ലേ? വർക്ക് ഡെൽറ്റ വി ഇല്ലല്ലോ. അപ്പോൾ വർക്ക് ഡൺ 0 എന്നെടുക്കാം. വർക്ക് ഡൺ 0 എന്നെടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ 2 ഡെൽറ്റ യു ഈക്വൽ ടു Q + W. ക്ലോസ്ഡ് സിസ്റ്റം, ചേഞ്ച് ഇൻ വോള്യൂം ഇല്ല. വർക്ക് ഡൺ 0 എന്നെടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ യു ഈക്വൽ ടു Q എന്ന് കിട്ടും ഇല്ലേ? ഓക്കെ. അടുത്തത് which of the following set of conditions make a process spontaneous at all temperatures? Spontaneous at all temperatures. Delta G equal to delta H minus T delta S. Gibbs equation. ഇതാണല്ലോ സ്പോണ്ടേനിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. ഇത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. ഓൾ ടെമ്പറേച്ചർ സ്പോണ്ടേനിയസ് എന്ന് വെച്ചാൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആവണം. ഡെൽറ്റ ജി നെഗറ്റീവ് എപ്പോഴും ആവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം മക്കളെ? ഇത് മൈനസ് വരണം, ഇത് പ്ലസ് വരണം അല്ലേ? ഇത് മൈനസ് വന്നാൽ ഇവിടെ മൈനസ് ആയി, ഇത് പ്ലസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൈനസ് ആയി. എപ്പോഴും മൈനസ് ആയിരിക്കും. സോ ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0, ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0, ഡെൽറ്റ എസ് മോർ ദാൻ 0, ഡെൽറ്റ എസ് മോർ ദാൻ 0. തേർഡ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ? അപ്പോൾ ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0 വരിക, ഡെൽറ്റ എസ് മോർ ദാൻ 0 വന്നു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും അതെന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആയിരിക്കും. അപ്പോൾ ഇത് നെഗറ്റീവ് വരും, ഇത് പോസിറ്റീവ് വരും. എല്ലായ്പ്പോഴും ഡെൽറ്റ ജി നെഗറ്റീവ് വരും അല്ലേ? റൈറ്റ്. അടുത്തത്
Increase in internal energy of the system is 100 joule when 300 joule heat is supplied to it. What is the amount of work done by the system? Simple അല്ലേടാ. Delta U is equal to Q plus W. ഇത് 100 ആണ്. 300 joule heat supplied to this. ഇത് 300 ആണ്. അപ്പോൾ ഇത് എത്ര എന്നാണ് ചോദ്യം. So it is work done equal to 100 minus 300. 100 minus 300, option 1, minus 200, option 1. അടുത്തത്. The correct statement between free energy change in a reaction and a corresponding equilibrium constant. Delta G equilibrium relation അറിയില്ലേ? Delta G not is equal to minus RT ln K അല്ലെങ്കിൽ minus 2.303 RT ln log K. Log K. ഇതല്ലേ റിലേഷൻഷിപ്പ്? ഓപ്ഷൻ എ അല്ല. ഡെൽറ്റ ജി നോട്ട് കിട്ടും. ഡെൽറ്റ ജി നോട്ട് ഈക്വൽ ടു ഓപ്ഷൻ 4 അല്ലേ? ഇതല്ലേ ആൻസർ വരാം. ഡെൽറ്റ ജി നോട്ട് ഈക്വൽ ടു മൈനസ് ആർ ടി എൽ എൻ കെ സി എന്ന് വരും, അല്ലെങ്കിൽ മൈനസ് 2.303 ആർ ടി ലോഗ് കെ സി എന്ന് വരും അല്ലേ? എക്സ്പ്രഷൻ നല്ല എല്ലാവർക്കും പരിചയമുള്ള എക്സ്പ്രഷനാണ്. എൻതാൽപ്പി ഓഫ് യൂണിറ്റ് മാസ് ഓഫ് എനി സബ്സ്റ്റൻസ്. എൻതാൽപ്പി എന്ന് വെച്ചാൽ എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി. Enthalpy is internal energy plus an additional amount of energy called pressure volume energy. Delta H is equal to U plus PV. Enthalpy എന്ന് പറയുന്നത് internal energy plus an additional amount of energy since the open system is considered. Pressure volume energy എന്ന് പറയും. H is equal to U plus PV. അതാണല്ലോ പിന്നീട് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ പി വി. പി ഡെൽറ്റ വി, വി ഡെൽറ്റ പി എന്നൊക്കെ എഴുതുന്നത് കിട്ടും. അടുത്തത്. എ മിക്സ്ചർ ഓഫ് 2 mol carbon monoxide and 1 mol oxygen closed vessel ignited to convert to carbon monoxide to carbon dioxide. If delta H is enthalpy, delta E is internal energy change, then അപ്പോൾ CO ഇതല്ലേ മക്കളെ റിയാക്ഷൻ? CO പ്ലസ് O2 ഗിവിങ് CO2. 2CO പ്ലസ് O2 ഗിവിങ് 2CO2. രണ്ടും 4. കറക്റ്റ് ആയില്ലേ? ഇത് ഗ്യാസ്, ഇത് ഗ്യാസ്, ഇത് ഗ്യാസ്. ആൻഡ് യു നോ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു. ഇവിടെ ഡെൽറ്റ ഇ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഡെൽറ്റ ഇ പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. ഇവിടെ ഡെൽറ്റ എൻ എന്താ വരിക? ഡെൽറ്റ എൻ 2 മൈനസ് 2 പ്ലസ് 1 3. ഇവിടെ 2, ഇവിടെ 2 പ്ലസ് 1 3. ദ നമ്പർ ഓഫ് മോൾസ് ഹിയർ മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓൺ ദിസ് സൈഡ് കേട്ടോ. 2 മൈനസ് 3 എന്ന് വെച്ചാൽ മൈനസ് 1 ആണ്. സോ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ ഇ മൈനസ് ആർ ടി എന്ന് വരും. സോ വിച്ച് ഈസ് ലാർജർ? ഇതല്ലേ ലാർജർ? ഡെൽറ്റ ഇ ഈസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ എച്ച് അല്ലേ? ഓപ്ഷൻ 2 വരണം. ശരിയല്ലേ? ഇപ്പൊ ഡെൽറ്റ എൻ പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ എച്ച് ഈസ് ലാർജർ. ഡെൽറ്റ എൻ നെഗറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ഇ ഡെൽറ്റ യു ലാർജർ. ഡെൽറ്റ എൻ 0 ആണെങ്കിൽ രണ്ടും ഈക്വൽ കേട്ടോ. റൈറ്റ്. ഈ ഒരു എക്സ്പ്രഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കണ്ട. അടുത്തത്. Clausius-Clapeyron equation help to calculate. Clausius-Clapeyron equation help to calculate latent heat. Enthalpy ഉണ്ടോ? ഇല്ല. enthalpy ഇല്ല. അപ്പോൾ latent heat. Because the formula maybe you are aware of something like നമ്മുടെ Arrhenius equation പോലെ ഓർമ്മയില്ലേ? log K2 by K1 എന്ന് പറയുന്ന പോലെ P1 by P2 equal to delta H vaporization by 2.303 R 1 by T2 minus 1 by T1. ഓർമ്മയില്ലേ? നമ്മുടെ അറീനിയസ് ഇക്വേഷൻ പറയുന്ന അതേപോലെ തന്നെ Clausius-Clapeyron ഇക്വേഷൻ. ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ടു ഫൈൻഡ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ലേറ്റൻറ്റ്. രണ്ടും സെയിം ആണല്ലോ. എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ പെർ മോൾ പറഞ്ഞാൽ ലേറ്റൻറ്റ് ഹീറ്റ് പെർ ഗ്രാം പറയും. അത്രേ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. റൈറ്റ്. അടുത്തത്. If standard enthalpy and entropy change of reaction are positive and negative respectively,
കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ്, നോക്ക്, ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് ഇവിടെയും പോസിറ്റീവ് വരും എന്ന് വെച്ചാൽ ഡെൽറ്റ ജി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ദ റിയാക്ഷൻ ഈസ് നോൺ സ്പോണ്ടേനിയസ് അണ്ടർ ഓൾ ടെമ്പറേച്ചേഴ്സ്. The reaction is non-spontaneous all temperature. First choice itself is the answer. ഇതും പോസിറ്റീവ് ഇതും നെഗറ്റീവ്. ഇത് പോസിറ്റീവ് ആകുമ്പോൾ അവിടെ പോസിറ്റീവായി, ഇവിടെ മൈനസ് ഓഫ് മൈനസ് ഇവിടെയും പോസിറ്റീവായി, ശരിയല്ലേ? സോ വാട്ട് ഹാപ്പൻസ്? ഈ രണ്ടും പോസിറ്റീവ്, ഡെൽറ്റ ജി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. റൈറ്റ്. അടുത്തത് തെർമോഡൈനമിക് പൊട്ടൻഷ്യൽ. തെർമോഡൈനമിക് പൊട്ടൻഷ്യൽ H is equal to U plus PV. Then which of the following hold true എന്നാണ് ചോദ്യം. അപ്പം എൻ്റെ ഡെറിവേഷനിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. T ഈക്വൽ ടു മൈനസ് അല്ല, T ഈക്വൽ ടു ഇതാണ്. T ഈക്വൽ ടു ഇത് തെറ്റാണ്, ഇത് കറക്റ്റാണ്. ഇനി V ഈക്വൽ ടു ഇത് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഓപ്ഷൻ പോയി, ഇത് തെറ്റാണ്. അപ്പോൾ ഈ ഓപ്ഷൻ പോയി, ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്. സോ ദി ആൻസർ ഈസ് ഫോർത്ത് ചോയ്സ് അല്ലേ മക്കളെ? ഫോർത്ത് ചോയ്സ്. എൻ്റെ ഡെറിവേഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. തെർമോഡൈനമിക്സിൽ ഇത്രയും ഒരു എന്താ പറയുക, ഫോർമുല ഡെറിവേഷൻസിൻ്റെ അത്രയും ഇൻവോൾവ്മെൻറ്റ് യൂഷ്വൽ തെർമോഡൈനമിക്സ് കെമിസ്ട്രിയിൽ വരുന്നില്ല എന്ന് മാത്രം. അതൊരു പക്ഷേ എഞ്ചിനീയറിംഗ് സയൻസിലേക്ക് കടക്കുമ്പോൾ കൂടുതലായിട്ട് തെർമോഡൈനമിക്സ്, ഹീറ്റ് ആൻഡ് തെർമോഡൈനമിക്സിൽ ഒത്തിരി ഡെറിവേഷൻസ് ഇത്തരം ഫോർമാറ്റിലുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്. അത് അതിൽ നിന്നൊരു ചോദ്യം വരുന്നു എന്ന് മാത്രം കേട്ടോ. അടുത്തത് പ്ലാന്റ്സ് ആൻഡ് ലിവിങ് ബീയിങ്സ് ആർ എക്സാമ്പിൾ ഫോർ. എന്താ സംശയം? ഓപ്പൺ സിസ്റ്റം. All living systems are open system where both matter and energy can be transferred. അടുത്തത് which of the following statement is false എന്നാണ് ചോദ്യം. ടെമ്പറേച്ചർ ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ട്രൂ അല്ലേ? വർക്ക് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഇത് ഫാൾസ് ആണ്. വർക്ക് ഈസ് എ തെർമോഡൈനമിക് ഫംഗ്ഷൻ. ഹീറ്റും വർക്കും സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ല. ഹീറ്റും വർക്കും തെർമോഡൈനമിക് ഫംഗ്ഷൻസ് ആണ്, പാത്ത് ഡിപ്പെൻഡന്റ് ഫംഗ്ഷൻസ് ആണ് കേട്ടോ. ഓക്കെ. അടുത്തത് മാച്ചിങ് ആണ്. സോ ഹൗ ദാറ്റ് കംസ്? ഐസോതെർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ A2 മാച്ച് ചെയ്യണം. ഇത് കട്ട് ചെയ്തു, ഇതും കട്ട് ചെയ്തു. A2 മാച്ച് ചെയ്യണം. അഡിയബാറ്റിക് പ്രോസസ് എന്ന് വെച്ചാൽ നോ ഹീറ്റ് എക്സ്ചേഞ്ച് അല്ലേ? B1 വരണം. ഐസോകോറിക് എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് വോള്യൂം, C4 വരണം. ഇനി ജൂൾ തോംസൺ പ്രോസസ് എന്ന് വെച്ചാൽ എ ഗ്യാസ് അണ്ടർ ഹയർ പ്രഷർ അലൗഡ് ടു എക്സ്പാൻഡ് അണ്ടർഗോ എ കൂളിംഗ് ഇഫക്റ്റ് അല്ലേ? അതാണ് ജൂൾ തോംസൺ ഇഫക്റ്റിൽ എൻതാൽപ്പി കോൺസ്റ്റന്റ് ആയിരിക്കും. ഓപ്ഷൻ ഡി, എൻതാൽപ്പി കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഫസ്റ്റ് ചോയ്സ്, isn't it? ജൂൾ തോംസൺ പ്രോസസ്സിൽ there is no change in enthalpy കേട്ടോ. ഇറ്റ് അണ്ടർഗോ എ കൂളിംഗ് ഇഫക്റ്റ്. ഓപ്ഷൻ ഡി. അടുത്തത് ഇൻ എ റിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ്. ഐസോതെർമൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇന്റേണൽ എനർജി നോക്കാനൊന്നുമില്ല, 0. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് 0. ഐസോതെർമൽ പ്രോസസ്സിന് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആൻഡ് ചേഞ്ച് ഇൻ എൻതാൽപ്പി ബോത്ത് ആർ 0. പഠിച്ചിട്ടുണ്ടല്ലോ. റൈറ്റ്. അടുത്തത് which of the following two gases can be cooled from room temperature by Joule-Thomson effect? Joule-Thomson effectൽ കൂളിംഗ് എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻവേർഷൻ ടെമ്പറേച്ചറിന്റെ താഴെയാവണം. ഹൈഡ്രജൻ, ഓക്സിജൻ, ഹൈഡ്രജന്റെ ഒക്കെ ഇൻവേർഷൻ ടെമ്പറേച്ചർ വളരെ ലോ ആണ്. അതിൻ്റെയും താഴെ പോയാലേ കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഹൈഡ്രജൻ വരുന്നത് നേരെ നോക്കി കട്ട് ചെയ്തു. ഹീലിയം വളരെ ലോ ആണ് ഇൻവേർഷൻ ടെമ്പറേച്ചർ, കട്ട് ചെയ്തു. ഹീലിയം, ഹൈഡ്രജൻ 2 പ്രാവശ്യം കട്ട് ചെയ്തു. ആൻസർ ഈസ് ഓപ്ഷൻ 4. റൂം ടെമ്പറേച്ചറിൽ ജൂൾ തോംസൺ ഇഫക്റ്റ് കിട്ടാൻ സാധ്യതയുള്ള നൈട്രജനും ഓക്സിജനും ആണ്. നൈട്രജന്റെ ഇൻവേർഷൻ ടെമ്പറേച്ചർ ഒരു 450 റേഞ്ചിലാണ് ഡിഗ്രി സെൽഷ്യസ് കേട്ടോ.
അതേസമയം ഓക്സിജൻ്റേത് ഒരു 600 റേഞ്ചിലാണ്, അത് 500 റേഞ്ചിലാണ്. നൈട്രജൻ്റെ ഒരു 350 റേഞ്ചിൽ, ഒരു 150 ഡിഫറൻസ് രണ്ടുപേരും തമ്മിലുണ്ട്. നൈട്രജൻ്റെ ഒരു 350 റേഞ്ചിലാണ് ഇൻവേർഷൻ ടെമ്പറേച്ചർ. എനി ടെമ്പറേച്ചർ ബിലോ 350 യു വിൽ ഗെറ്റ് കൂളിംഗ് എഫക്റ്റ് ഓൺ നൈട്രജൻ. അതേസമയം ഓക്സിജൻ്റേത് 500 റേഞ്ചിലാണ്. എനി ടെമ്പറേച്ചർ ബിലോ 500 യു വിൽ ഗെറ്റ് കൂളിംഗ് എഫക്റ്റ് ഓൺ ഓക്സിജൻ. അതിന് പറയുന്നത് ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്നാണ് കേട്ടോ, ഇൻവേർഷൻ. അതേസമയം ഹീലിയം, ഹൈഡ്രജൻ്റെ ഒക്കെ ഇൻവേർഷൻ ടെമ്പറേച്ചർ വളരെ താഴെയാണ്, ഐ മീൻ നെഗറ്റീവ് ടെമ്പറേച്ചറിലാണ്. അടുത്തത് intensive property among the following. Intensive property, internal energy extensive ആണ്, volume extensive ആണ്, mass extensive ആണ്. It is mole fraction. Mole fraction does not depends on the quantity of matter, അല്ലേ? Mole fraction. അടുത്തത് when a system releases 10 kilojoule of energy to the surroundings as work, internal energy of the system എന്ത് വരും മക്കളെ? ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലേ? ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 10 kilojoule of energy releases 10 kilojoule of energy to the surrounding as work എന്ന് വെച്ചാൽ ഇത് -10 kilojoules. അപ്പോൾ ഇതിനെന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. 10 kilojoule കുറയും, 10 kilojoule കുറയും. ഓപ്ഷൻ 1 അല്ലേ? സിമ്പിൾ ലോജിക്. ക്യൂവിനെ കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല കേട്ടോ. അടുത്തത് ഇൻ ആൻ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ്, ഇന്റേണൽ എനർജി ഓഫ് മോളിക്യൂൾസ്. ഐസോതെർമലിൽ ഡെൽറ്റ യു ഈക്വൽ ടു 0. ഡെൽറ്റ യു ഈക്വൽ ടു 0, ദാറ്റ് മീൻസ് ഇന്റേണൽ എനർജി ചേഞ്ച് ഉണ്ടാവില്ല. നോ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി, നോ ചേഞ്ച് ഇൻ എൻതാൽപ്പി കേട്ടോ. ഡെൽറ്റ യു ഡെൽറ്റ എച്ച് 0 ആയിരിക്കും ഐസോതെർമൽ പ്രോസസ്. അടുത്തത് the combined form of first and second law of thermodynamics. Combined form of first and ഇത് again എഞ്ചിനീയറിംഗ് സയൻസിന്റെ ബ്രാഞ്ചസിൽ തെർമോഡൈനമിക്സിന്റെ ഒരു ഹയർ ലെവൽ ഓഫ് ഫോർമുല ബേസ്ഡ് ഡെറിവേഷനിൽ ഒത്തിരി ഇത്തരം ഫോർമുലാസ് വരുന്നുണ്ട്. ഇവിടെ ഏതാണ് കറക്റ്റ് ഫോർമുല? കമ്പൈനിങ് ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. കമ്പൈനിങ് ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ വേറൊന്നുമല്ല, ഇത് തന്നെ ഉദ്ദേശം. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഓർ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ഫസ്റ്റ് ലോ, ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി സെക്കൻഡ് ലോ. ഇതാണ് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഫോർമാറ്റ് ഏത് എന്നാണ് ചോദ്യം. ഫസ്റ്റ് വൺ അല്ലേ? ഈ എക്സ്പ്രഷൻ. അതേസമയം ഇത് ഡെൽറ്റ എച്ച് ആണെന്നുണ്ടെങ്കിൽ മൈനസ് പി ഡി ബി എന്ന് വരും. ഡി ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി ബി എന്ന് വരും. ഡി എച്ച് മൈനസ് പി ഡി ബി എന്ന് വരും അല്ലേ? റൈറ്റ്. അടുത്തത് 1 mole of an ideal gas expanded from 10 liter to 20 liter at 298 Kelvin isothermally and reversibly. Correct statement describing entropy change. എൻട്രോപ്പി ചേഞ്ച് എന്ന് വെച്ചാൽ ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി, ദാറ്റ് ഈസ് 2.303. ഇവിടെ നാച്ചുറൽ ലോഗാണ് അല്ലേ? അപ്പോൾ ആർ ടി മതി. ഇറ്റ് ഈസ് എൻ ആർ ടി ലോഗ് V2 by V1 ഡിവൈഡഡ് ബൈ ടി. സോ ഇറ്റ് ഈസ് എൻ ആർ ലോഗ് V2 by V1 20 by 10. ഇത് 20 എന്ന് കൊടുക്കാം, ഇത് 10 എന്ന് കൊടുക്കാം. അപ്പൊ NR log 2 എന്ന് വരും കേട്ടോ. NR log 2 എന്ന് വരും. ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്തത് in which of the following reactions increase in volume at a constant temperature does not affect the number of moles at equilibrium? ഇൻക്രീസ് ഇൻ വോള്യൂം അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ പ്രഷറിൽ ഒരു മാറ്റം വരുത്താം. പ്രഷറിൽ മാറ്റം വരുത്തിയാൽ ഇക്വിലിബ്രിയം അഫക്റ്റഡ് ആവാത്തത് ഏത് എന്നാണ് ചോദ്യം. ഇവിടെ പ്രഷർ മാറ്റി കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം അഫക്റ്റഡ് ആവും അല്ലേ? പ്രഷർ മാറ്റിയാൽ ഇവിടെ അഫക്റ്റഡ് ആവും, കാരണം ഇവിടെ 4 മോൾസും ഇവിടെ 2 മോൾസും ആണ്. ഇവിടെ അഫക്റ്റഡ് ആവും കാരണം ഇവിടെ 1 മോൾ ഇവിടെ ഹാഫ് മോൾ ആണ്. ഇത് സോളിഡ് ആണ്, അയാളെ മൈൻഡ് ചെയ്യണ്ട. ഇനി ഇവിടെ എന്താ സംഭവിക്കുക? H2 ഗ്യാസ്
ഇവിടെ 1 മോൾ, ഇവിടെ 1 + 1 2 മോൾ. അപ്പോൾ ഇതിലും പറ്റില്ല. സോ ദർ ഈസ് നൺ ഓഫ് ദി എബോ അല്ലേ, നൺ ഓഫ് ദി എബോ. In which of the following reactions increase in volume at a constant temperature does not affect the number of moles at equilibrium? എല്ലാറ്റിലും അഫക്റ്റഡ് ആവുമല്ലോ, എല്ലാറ്റിലും നമ്പർ ഓഫ് മോൾസ് ഡിഫറെൻ്റ് അല്ലേ അല്ലേ. ഇപ്പോൾ വോളിയം ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വോളിയം ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ പ്രഷർ മാറും. പ്രഷർ മാറിക്കഴിഞ്ഞാൽ ഇവിടെ അഫക്റ്റ് ചെയ്യും, ഇവിടെ അഫക്റ്റ് ചെയ്യും, എല്ലാവരിലും അഫക്റ്റ് ചെയ്യും. ഓപ്ഷൻ 4 അല്ലേ ഉള്ളൂ. അടുത്തത് പി എച്ച് ഓഫ് ബ്ലഡ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ബഫർ സിസ്റ്റം ബൈ കാർബോണിക് ആസിഡ് ബൈകാർബണേറ്റ് ബഫർ അല്ലെ. പി എച്ച് ഓഫ് ബ്ലഡ് 7.4 മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാർബോണിക് ആസിഡ് ബൈകാർബണേറ്റ് ബഫർ. വെരി സിമ്പിൾ ആൻഡ് ജനറൽ നോളജ് ആസ്പെക്ട്. ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ വിത്ത് പി എച്ച് വാല്യൂ 3.69 ഈസ്. അത് എങ്ങനെ കണ്ടുപിടിക്കാം? pH equal to negative log H plus concentration equal to 3.69. Therefore, log H plus concentration equal to minus 3.69. Therefore, H plus concentration equal to anti-log minus 3.69. ഇതിൻ്റെ ആൻറ്റി-ലോഗ് എങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിളല്ലേ മക്കളെ, പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. -4 പ്ലസ് നമുക്കിതിനെ -3.7 എടുക്കാം. -4 പ്ലസ് 0.3 എന്ന് വരും അല്ലേ. 0.3 വരുന്ന ലോഗ് 2 ആണ്. -4 വരുന്നത് 10⁻⁻4. 2 × 10⁻⁻4. ഓപ്ഷൻ 1. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും നെഗറ്റീവ് ലോഗ് എടുത്തിട്ട് ഇത് കിട്ടുന്നുണ്ടോ നോക്കണം. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ആൻറ്റി ലോഗ് കണ്ടുപിടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ആൻറ്റി ലോഗ് കണ്ടുപിടിക്കാൻ അറിയില്ലേ? എങ്ങനെയാണ് ആൻറ്റി ലോഗ് കണ്ടുപിടിക്കുക? ഇതിൻ്റെ ആൻറ്റി ലോഗ് കാണാൻ എന്ത് ചെയ്താമെന്ന് വെച്ചാൽ -3.7 എന്ന് വിചാരിച്ചാൽ ഇറ്റ് ഈസ് -4 പ്ലസ് 0.3. അപ്പോൾ -3.7 ആയി. ഇത് കിട്ടുമ്പോൾ ഇതിൻ്റെ ലോഗ് വാല്യൂ, ഇത് ഏതിൻ്റെ ലോഗ് വാല്യൂ ആണ്? 2ൻ്റെ ലോഗ് വാല്യൂ ആണ് 0.3. ഇനി -4 വരുന്ന എവിടെയായിരിക്കും? 10⁻⁻4. അപ്പോൾ 2 × 10⁻⁻4 എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ വാല്യൂവിലേക്ക് ലാൻഡ് ചെയ്യും. ജസ്റ്റ് ഒന്ന് മാത്തമാറ്റിക്കലി ഒന്ന് ചിന്തിച്ചാൽ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. അടുത്തത് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഡിപ്ഡ് ഇൻ എ സൊല്യൂഷൻ ഓഫ് pH 3 at 2.5 degrees Celsius. The potential of cell would be എങ്ങനെ ചെയ്യാം? EH plus bar H2 equal to E0 minus 0.0591/1 log 1/H plus concentration എന്നാണ് അല്ലേ. അതിൽ ഈ വാല്യൂ, ഹൈഡ്രജന്റെ ഈ വാല്യൂ 0 ആണ്. So it will be -0.0591 and this is nothing but a pH. So there you have the answer, -0.0591 into pH equal to 3. -0.06 into 3 6 18 -0.17 something. Option 2 അല്ലേടാ. Option 2. -0.0591 into 3 ചെയ്താൽ ആൻസർ ആയി, into pH. So whenever you find such a question, pH into -0.0591 ചെയ്താൽ ആൻസർ ആയി. ഇതിപ്പോൾ ഇക്വിലിബ്രിയം അല്ല, ഇത് ഇലക്ട്രോ കെമിസ്ട്രിയാണ് കേട്ടോ. ഇത് ഇലക്ട്രോ കെമിസ്ട്രിയിലെ ചോദ്യമാണ്. അടുത്തത് എത്തനോൾ ക്യാൻ ബി കൺവേർട്ടഡ് ടു എത്തനാൽ. എത്തനോൾ ക്യാൻ ബി കൺവേർട്ടഡ് ടു എത്തനാൽ. ദിസ് എ ക്വസ്റ്റ്യൻ ഫ്രം ഓർഗാനിക് കെമിസ്ട്രി. എത്തനോളിനെ എത്തനാൽ ആക്കണം. ദാറ്റ് ഈസ് CH3 CH2OH converted to CH3 CHO. CH3 CHO എന്ന് വെച്ചാൽ കൺട്രോൾഡ് ഓക്സിഡേഷൻ. ക്രോമിക് ആസിഡ് പറ്റില്ല, ആസിഡിലേക്ക് പോകും. KMnO4 ട്രീറ്റ്മെന്റ് വിത്ത് KMnO4ഉം ആസിഡിലേക്ക് പോകും. ഓപ്ഷൻ 3 PCC. ഓപ്ഷൻ 3 PCC. PCC is controlled oxidizing agent which will oxidize alcohol to aldehyde. PCC pyridinium chlorochromate. PCC. Option 3. അടുത്തത് A2 ഗ്യാസ്, 2B ഗ്യാസ്, C ഗ്യാസ്, 2D ഗ്യാസ്. KC എന്ത് എന്നാണ് ചോദ്യം. KC
KCയിൽ എന്ത് വരാൻ പാടില്ല? ഇത് വരാൻ പാടില്ല, അത്രയല്ലേ ഉള്ളൂ. അത് സോളിഡ് അല്ലേ. അപ്പോൾ C ഡിവൈഡഡ് ബൈ A2 ഇൻറ്റു B സ്ക്വയർ എന്ന് വരണം. C ഡിവൈഡഡ് ബൈ A2 ഇൻറ്റു B സ്ക്വയർ എന്ന് വരണം. സെക്കൻഡ് ചോയ്സ്, ഓപ്ഷൻ 2, സെക്കൻഡ് ചോയ്സ്. അടുത്തത്, if the initial concentration of the reactant in a reaction increases, then the equilibrium constant is. കോൺസെൻട്രേഷൻ മാറിയാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് എന്ത് സംഭവിക്കുന്നതാണ് ചോദ്യം? ഒന്നും സംഭവിക്കില്ല. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ, റിമെയിൻ കോൺസ്റ്റന്റ്. അടുത്തത്, which of the following in aqueous solution of equal concentration has low pH? ലോ പി എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ എച്ച് പ്ലസ്. ലോ പി എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ എച്ച് പ്ലസ്. ഹൈ എച്ച് പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ അസിഡിക് ക്യാരക്ടർ. ഹൈ അസിഡിക് ക്യാരക്ടർ ആര് എന്നാണ് ചോദ്യം. 1ഉം 2ഉം നോക്കിയാൽ 1, കാരണം ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ട്. പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസസ് ദി അസിഡിക് ക്യാരക്ടർ. ഇനി 1ഉം 3ഉം നോക്കിക്കഴിഞ്ഞാൽ 3 ഈസ് ദി ആൻസർ, കാരണം 2 ക്ലോറിൻ ഉണ്ട്, ഇവിടെ ഒരു ക്ലോറിനേ ഉള്ളൂ. ഇനി 3ഉം 4ഉം നോക്കിക്കഴിഞ്ഞാൽ 3 ഈസ് ദി ആൻസർ, കാരണം ഇത് ആൽക്കഹോൾ ആണ്, ഇത് ആസിഡ് ആണ് കേട്ടോ. ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ, റൈറ്റ്. അടുത്തത്, 40 mg പ്യൂർ സോഡിയം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ്ഡ് ഇൻ 10 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടർ. pH of the solution is. So 40 mg in 10 liter. So find the molarity. Molarity equal to mole per liter. Mole per liter. Number of moles 40 into 10 power minus 3 divided by 40 divided by 10 liter. ഇത് cancel ആയി. 10 power minus 3 by 10. That is 10 power minus 4. And this is the concentration of NaOH. That means this is the concentration of OH minus. Therefore, POH equal to 4. അപ്പോൾ pH equal to 10 അല്ലേ. pH equal to 10. Second choice. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കിട്ടുന്നത് അല്ലേ. വളരെ ഡയറക്റ്റ് ആയിട്ട്, വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല. പക്ഷെ ആ മില്ലിഗ്രാം എന്നൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഹെസിറ്റേഷൻ ഉണ്ടായെന്ന് വരാം, അത്രേ ഉള്ളൂ. മൊളാരിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ NaOHന്റെ കോൺസെൻട്രേഷൻ കിട്ടി, അപ്പോൾ POH കിട്ടി, pH കിട്ടി. അടുത്തത്, ദി കമ്പൗണ്ട് ദാറ്റ് ഈസ് നോട്ട് എ ലൂയിസ് ആസിഡ് ഈസ്. ഇതൊരു ലൂയിസ് ആസിഡ് ആണ് അല്ലേ. BF3 വെൽ നോൺ ലൂയിസ് ആസിഡ് ആണ്. AlCl3 ലൂയിസ് ആസിഡ് ആണ്. ഇത് ലൂയിസ് ആസിഡ് ആണ്. ഇത് ലൂയിസ് ആസിഡ് അല്ല, ബിക്കോസ് ഇറ്റ് ഈസ് ലൂയിസ് ബേസ്. നൈട്രജന്റെ കയ്യിലൊരു ഇലക്ട്രോൺ റിച്ച് അല്ലേ, ഇറ്റ് ഈസ് ലൂയിസ് ബേസ്. ഓപ്ഷൻ 4. അടുത്തത്, കാൽക്കുലേറ്റ് ദ pH അറ്റ് ഇക്വിവലൻസ് പോയിന്റ് വെൻ സൊല്യൂഷൻ 0.01 മോളാർ അസറ്റിക് ആസിഡ് ട്രീറ്റഡ് വിത്ത് എ സൊല്യൂഷൻ ഓഫ് 0.01 മോളാർ NaOH. അപ്പോൾ രണ്ടും കൂടെ എന്ത് കിട്ടും? CH3COONA എന്ന് കിട്ടും. ദാറ്റ്സ് എ സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ്. എന്താ ഫോർമുല ഫോർ ഫൈൻഡിങ് pH? pH is equal to 7 plus half into pKa plus log C. 7 plus half into pKa plus log C. ഒന്നും ചെയ്യാൻ നിൽക്കരുത്, ആൻസർ 4 എന്ന് മാർക്ക് ചെയ്യുക. ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ആൻസർ 4 എന്ന് മാർക്ക് ചെയ്യുക. കാരണം ആൻസർ 7ന്റെ മുകളിൽ വരണം. 3 ചോയ്സും 7ന്റെ താഴെയാണ് അല്ലേ. അപ്പോൾ 7ന്റെ മുകളിൽ വരണം. ഇനി 7ന്റെ മുകളിൽ 2 ചോയ്സ് ഉണ്ടെങ്കിൽ ഇത് വർക്കൗട്ട് ചെയ്യാം. 7 plus half pKa തന്നിട്ടുണ്ട്, 4 ഇത് തന്നിട്ടുണ്ട്, കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. വർക്കൗട്ട് ചെയ്യുക, കണ്ടുപിടിക്കുക. And this is the last question. A weak acid has a dissociation constant 1 into 10 power minus 4. Equilibrium constant എന്തെന്നാണ് ചോദ്യം. See, dissociation constant Ka equal to equilibrium constant. എന്താ പേരുള്ളത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ഓപ്ഷൻ 1. ഒരു വീക്ക് ആസിഡിന്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണല്ലോ അല്ലേ. റൈറ്റ്. First, that choice, that data itself, 1 into 10 power minus 4, right? കഴിഞ്ഞു. That was the last question. ഇപ്പോൾ ഈ വീഡിയോയിലൂടെ 10-40 ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു.
അത് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തത് നമ്മൾ പഠിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ നോർമൽ കോഴ്സ് ഓഫ് സ്റ്റഡിയിൽ വരാത്ത ഒരു ചാപ്റ്റർ ഉണ്ട് അതിൽ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. പിന്നെ തെർമോഡൈനമിക്സും ഇക്വിലിബ്രിയം നമ്മൾ പഠിക്കുന്നത് തന്നെയാണ്. പക്ഷേ 1 or 2 ക്വസ്റ്റ്യൻ യു ക്യാൻ സി ഇറ്റ് ഈസ് എമർജിങ് ഫ്രം ദ എഞ്ചിനീയറിംഗ് സയൻസിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചൊക്കെ ഒരു 1-2 ചോദ്യങ്ങൾ കയറി വരുന്നത് ഒഴിച്ചാൽ ബാക്കി എല്ലാം വളരെ എലിമെൻ്ററി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കാണാൻ സാധിക്കും. വിത്ത് അനദർ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ അതർ ചാപ്റ്റേഴ്സ് വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് ദ സെയിം സീരീസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Till then, bye, see you, take care, study well.